വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ചോറിന് കറി വെക്കാനായിട്ട് വീട്ടിൽ പച്ചക്കറിയോ മീനോ ഒന്നും ഇരിപ്പില്ല എന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അതും പച്ചമുളക് ഉപയോഗിച്ചിട്ട്. ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എരിവ് കുറഞ്ഞ മുളകാണെന്നുണ്ടെങ്കിൽ 15 എണ്ണം വരെ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഓരോ മുളകും ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് കീറി കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് മുറിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമുളകൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്ന പോലെ ഒന്ന് വഴറ്റി വരണം. അതുപോലെ തന്നെ സവാളയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിലും ചേർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത് ചാറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വാളംപുളിയുടെ ചാറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വേറെ പൊടികളോ അല്ലെങ്കിൽ വേറെ മസാലയോ ഒന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലുള്ള കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തിളപ്പിച്ചത് വറ്റിച്ച് കുറുക്കി എടുത്തിട്ട് ഒരു ചമ്മന്തി പോലെയായാലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് ആവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കയ്യിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് എരിവ് കൂടുതലായിരിക്കില്ലെന്ന്. പക്ഷെ ഒട്ടും എരിവ് ഉണ്ടാവില്ല കേട്ടോ. ആ പുളി ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവെല്ലാം കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. സൈഡിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം കൂടി വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ.